ഇന്ന് സാമ്പാർ ഉണ്ടാക്കാം. ഒരു കുക്കറിൽ കുറച്ച് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല ബ്രൗൺ നിറമാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ കുറച്ച് കായം എല്ലാം ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയും പരിപ്പും കൂടി വേവിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. കുറച്ച് ശർക്കര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അവസാനമായി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. പിന്നെ കറി താളിച്ചൊഴിക്കാം. കടുക്, ഉലുവ, കറിവേപ്പില, കുറച്ച് സാമ്പാർ പൊടി എന്നിവ എണ്ണയിൽ മൂപ്പിച്ചൊഴിക്കാം. സാമ്പാർ റെഡി. ഇനി ദോശ ഉണ്ടാക്കാം. ദോശ നന്നായിട്ട് ചെറുതായി ഒന്നിങ്ങനെ പരത്തി അതിലേക്ക് നെയ്യെല്ലാം തൂവി ഒന്ന് തിരിച്ചിട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ നമ്മുടെ സാമ്പാർ ഒഴിച്ചങ്ങോട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ.